അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2-ാം ഭാഗത്തിലെ 18-ാമത്തെ പാഠം നൂറുള്ള അല്ലാഹു തആലയുടെ പ്രകാശം, അറിവിനെക്കുറിച്ചാണ്, ഇൽമിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൽമ് സമ്പാദിക്കുന്നതിനെക്കുറിച്ചും ഇൽമ് നേടുമ്പോൾ എന്തെല്ലാം മര്യാദകൾ നമ്മൾ സ്വീകരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ആരൊക്കെയാണ്? മൂസാ നബി ഉണ്ട്, ഖളിർ അലൈഹിസ്സലാമുണ്ട്. രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുക കപ്പലിൽ. ഒരു കുഞ്ഞു പക്ഷി കപ്പലിൻ്റെ പായ് മരത്തിൽ വന്നിരുന്നു. പായക്കപ്പലാണല്ലോ അന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു പക്ഷി എന്ത് ചെയ്തു? പായ് മരത്തിൽ എന്ത് ചെയ്തു? വന്നിരുന്നു. ആ പായകൾ വെച്ച് കെട്ടിയ ആ മരത്തിൽ വന്നിരുന്നു. അത് കടലിലേക്ക് പറന്നിറങ്ങി അല്പം വെള്ളം കൊത്തിയെടുത്തു. ആ കുഞ്ഞ് പക്ഷി വന്നിട്ട് കടലിലേക്ക് പറന്നിറങ്ങിയിട്ട് എന്ത് ചെയ്തു? അല്പം വെള്ളം കൊത്തിയെടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ അത്ര മാത്രമേ അല്ലാഹു തആലയുടെ ഇൽമിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ. അല്ലാഹു തആലയുടെ അറിവിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും. ഖളിർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഖളിർ അലൈഹിസ്സലാം പറയുകയാണെന്ത്, ഈ പക്ഷി അതിൻ്റെ ചുണ്ടിൽ കൊത്തിയെടുത്ത ആ വെള്ളം ഉണ്ടല്ലോ, അത്ര മാത്രമേ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ എന്ന്. അതാണ് ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ അത്ര മാത്രമേ അല്ലാഹു തആലയുടെ അമലിൽ ഇൽമിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ. അത്ര അറിവ് മാത്രമേ അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ എന്ന്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അറിവിൻ്റെ ഉടമയാണ് അല്ലാഹു തആല. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അറിവിൻ്റെ ഉടമയാണ് ആര്? അല്ലാഹു തആല. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമായത് അറിവാണ്, ഇൽമാണ്. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമായത്, ഏറ്റവും മുഖ്യമായതാണ് ഏത്? ഇൽമ്. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? അത് അറിവാണ്, ഇൽമാണ്. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. ആദ്യ മനുഷ്യനായ നമ്മുടെ പിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതാക്കിയത് എന്ത് നൽകിയിട്ടാണ്? അറിവ് നൽകിയിട്ടാണ്. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഉന്നതനാക്കിയത്. അവിടെ മലക്കുകളൊക്കെ സുജൂദ് ചെയ്ത സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൊക്കെ ചെയ്തല്ലോ. ഇനി നോക്കിയും, ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താകുന്ന ഖുർആൻ എന്തിൻ്റെ കലവറയാണ്? അറിവിൻ്റെ കലവറയാണ്. അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കുന്നതും അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരുപാട് ആയത്തുകൾ എവിടെ വന്നിട്ടുണ്ട്? പരിശുദ്ധ ഖുർആനിൽ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറിവിൻ്റെ മഹത്വം പറയുന്നതിനെക്കുറിച്ചും അതിനെ ചിന്തിക്കുന്നതിനെക്കുറിച്ചും പഠിക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ എവിടെ പറയുന്നുണ്ട്? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. ഇഹലോകത്ത്, ഈ ലോകത്ത് ജീവിക്കണമെങ്കിലും പരലോകത്താണെങ്കിലും എന്ത് വേണം? അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ജീവിക്കാൻ എന്ത് വേണം? അറിവ് വേണം. അല്ലാഹു തആലവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അറിവ് വേണം. അല്ലാഹു തആലയെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ അതിന് എന്ത് വേണം? അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്ന് വേർതിരിച്ചറിയാൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. അപ്പോൾ അവിടെയും അറിവ് വേണം. അതിനാൽ ശർഈയായ ഇൽമ് നേടൽ വാജിബാണ്. ഹലാലും ഹറാമൊക്കെ തിരിച്ചറിയണമെന്നെങ്കിൽ അത് അറിവ് പഠിക്കണോ? ശർഈയായ അറിവ് പഠിക്കണം. അത് നിർബന്ധമാണ്. പഠിക്കലെന്താണ്? നിർബന്ധമാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്, ദീനിൻ്റെ നടും തൂണാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്, ദീനിൻ്റെ നടും തൂണാണ്.
ഈ ഇഹലോകത്ത് മനുഷ്യരുടെ ജീവിതം സുഖകരമാക്കാനാവശ്യമായ വൈദ്യശാസ്ത്രം, എൻജിനീയറിംഗ് തുടങ്ങിയ എല്ലാ അറിവും ഫർള് കിഫയിൽപ്പെട്ടതാണ്. ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം സുഗമമാക്കണമെങ്കിൽ എന്ത് പഠിക്കണം? വൈദ്യശാസ്ത്രം പഠിക്കേണ്ടി വരും, ഡോക്ടർമാരാകേണ്ടി വരും, എൻജിനീയർമാരാകേണ്ടി വരും. മറ്റ് ഏതെല്ലാം അറിവുകളുണ്ടോ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ, അതെല്ലാം പഠിക്കൽ എന്താണ്? ഫർള് കിഫായയാണ്. എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ആരെങ്കിലൊക്കെ ആരായിട്ട് വേണം, ഒരു ഡോക്ടറായിട്ട് ഒരു എൻജിനീയറായിട്ടൊക്കെ ആ നാട്ടിൽ ഒരാളെങ്കിലും വേണം. ഇല്ലെങ്കിൽ എന്താകും? നാട്ടുകാർ മൊത്തത്തിൽ കുറ്റക്കാരാകും. അതാണ് ഫർള് കിഫ എന്ന് പറഞ്ഞാൽ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മേലും നിർബന്ധമുള്ളത്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ആരെങ്കിലും ഒരാൾ ആ മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ആരില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അറിവ് പഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, തഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൽ ലഹു ഫളലുൻ അലാ മിഅതിർ റകഅതി നാഫിലാ. ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് നിസ്കാരത്തിനേക്കാൾ മഹത്വമുള്ളതാണ്. ഒരു അധ്യായം പഠിക്കൽ, ഒരു വിഷയം പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണെന്തിന്? അറിവിൽ നിന്നുള്ള ഒരു അധ്യായം, ഒരു വിഷയം പഠിക്കുന്നതിന് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരാം. ഇൽമു പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. ഇൽമു പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെട്ടവന് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവ് തേടി പുറപ്പെട്ടവന്, അറിവ് പഠിക്കാൻ പുറപ്പെട്ടവന് എവിടേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അത് അറിവ് പഠിക്കുന്നവർക്കുള്ള നേട്ടമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഏതിൽപ്പെട്ടതാ? അറിവ് പഠിക്കുന്നവരിൽപ്പെട്ടവരല്ലേ? അപ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരണം. അതിനെന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അറിവ് പഠിക്കേണ്ടത്. ഉസ്താദുമാർക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയോ അല്ല അറിവ് പഠിക്കേണ്ടത്. ഇനി അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. ആർക്കാണ് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കുന്നത്? അറിവ് പഠിക്കുന്നവർക്ക്. അവർക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. മാത്രമല്ല അവർക്ക് വേണ്ടി ആകാശഭൂമിയിലുള്ള സകല ജീവികളും, മാത്രമല്ല മത്സ്യങ്ങൾ വരെ, കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പൊറുക്കലിനെ തേടും. ഇരു ലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്ന് അറിവ് സമ്പാദിക്കലാണ്. ഇരു ലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ, ഈ ലോകത്ത് ഭൗതിക ലോകത്താണെങ്കിലും നാളെ മരിച്ചു ചെന്നതിന് ശേഷം പാരത്രികമായ ലോകത്താണെങ്കിലും എവിടെ നിന്നാണെങ്കിലും, പരലോകത്താണെങ്കിലും ഇഹലോകത്താണെങ്കിലും നമുക്ക് നിലക്കാതെ ഒരു സ്റ്റോപ്പില്ലാതെ അനുഗ്രഹം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് ഏത്? അറിവ് സമ്പാദിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. എന്താ പറഞ്ഞത്? മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു. 3 കാര്യങ്ങൾ ഒഴികെ 3 കാര്യങ്ങൾ അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻക്ക് ഉപകാരപ്പെടും. അതായതാണ്, ഒന്ന് സ്ഥായിയായ സദഖത്തുൻ ജാരിയ, സ്ഥായിയായ സദഖ, മദ്രസകളിലേക്കും പള്ളികളിലേക്കൊക്കെ നൽകുന്ന സദഖ. ആ സദഖയുടെ പ്രതിഫലം നമുക്ക് ഖബറിൽ ചെന്ന് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും മദ്രസൻ്റെ നിർമ്മാണത്തിന് ടൈൽസ് ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിമൻറ്റ് ഓഫർ ചെയ്തു, അല്ലെങ്കിൽ മണൽ ഓഫർ ചെയ്തു, കല്ല്, ഇങ്ങനെ ആ മദ്രസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം ചെയ്തോ അതൊക്കെ എന്ത് ചെയ്യും? ആ
അവിടെ ആരൊക്കെ നിസ്കരിക്കുന്നു, അവിടെ വെച്ച് ആരൊക്കെ പഠിക്കുന്നുവോ, അവിടെ വെച്ച് ആരെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവൻക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഖബറിലേക്ക്. അതാണ് സ്ഥായിയായ സ്വതക്ക എന്ന് പറയുന്നത്. മുറിഞ്ഞു പോകാത്ത സ്വതക്ക അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ സ്വതക്കയുടെ പ്രതിഫലം. അടുത്തത് എന്താണ്? ഉപകാരപ്രദമായ അറിവ്. ഉപകാരപ്രദമായ അറിവ് എന്താ? ഉപകാരപ്രദമായ അറിവ് പറഞ്ഞാൽ അറിവ് പഠിക്കും വേണം, അത് പഠിപ്പിക്കും വേണം, അതനുസരിച്ച് നമ്മൾ അമല് ചെയ്യുകയും വേണം. നമ്മൾ ഒരു വിഷയം പഠിച്ചു, അത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, നമ്മൾ മരിച്ചുപോയി. എന്നാൽ നമ്മളിൽ നിന്ന് പഠിച്ച ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അത് ചെയ്യുന്ന കാലത്തോളം നമുക്കെന്ത് ചെയ്യും? അതിൻ്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഉപകാരപ്രദമായ അറിവ്. നാം പഠിപ്പിച്ചു കൊടുത്ത അറിവ്, ആ അറിവ് കൊണ്ട് അവർ ഏതെല്ലാം അമലുകൾ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അറബി ആണെങ്കിലും ആ അറബി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഖുർആൻ ഓതുന്നത്. ആ ഖുർആൻ ഓതുന്നതിലൂടെ ഏതെല്ലാം അക്ഷരങ്ങൾ അവൻ ഉച്ചരിക്കുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം ആർക്ക് കിട്ടും? ആ ഉസ്താദിന്, പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന് കിട്ടും. അത്രക്കും മഹത്വമുള്ളതാണ് ഏത്? ഈ അറിവ് പഠിക്കുക എന്നതും പഠിപ്പിക്കുക എന്നതും. ഇനിയോ മൂന്നാമത്തത്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽവൃത്തരായ സന്താനം. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മരണപ്പെട്ടു പോയതിന് ശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണോ, അതും അയാൾക്ക് എന്ത് ചെയ്യും? ഖബറിൽ ഉപകാരപ്പെടും. നല്ല സൽവൃത്തരായ നല്ല സ്വഭാവമുള്ള മക്കൾ ആ ഉപ്പാക്ക് വേണ്ടി എന്ത് ചെയ്യും? ഖബറുകളിൽ പോയിരുന്ന് ദുആ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മൗലിദ് ഓതിയിട്ട് എന്ത് ചെയ്യും? ദുആ ചെയ്യും, അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യും. ആർക്ക് വേണ്ടി? ഉപ്പാക്ക് വേണ്ടി. അങ്ങനത്തെ മക്കളെയും എന്ത് ചെയ്യും? ഖബറിലേക്ക് ഉപകാരപ്പെടും. എൻ്റെ ഉപ്പാൻ്റെ ഖബറ് നീ സ്വർഗത്തോപ്പാക്കണമല്ല, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല, സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കണമല്ല, ഖബർ ശിക്ഷയെ തൊട്ട് ഉപ്പയെ കാക്കണമല്ല എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ, അതും നാളെ ഖബറിൽ എന്ത് ചെയ്യും? നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുക. ഒന്ന് സ്ഥായിയായ സ്വതക്ക, മറ്റൊന്ന് ഉപകാരപ്രദമായ അറിവ്, മൂന്നാമത്തേത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽവൃത്തരായ സന്താനങ്ങൾ. അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ മക്കളെന്ത് ചെയ്യണം? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വല്യമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അവർക്കൊക്കെ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അവരോടൊക്കെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊക്കെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി വിജ്ഞാനത്തിന് മനുഷ്യ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. അറിവിനെന്തുണ്ട്? മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്, അല്ലേ? ജോലി സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാൻ എന്ത് വേണം? അറിവ് വേണം. മാന്യമായി ജീവിക്കാനും എന്ത് വേണം? അറിവ് വേണം. അറിവുണ്ടായാൽ മാന്യമായ ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മാന്യമായ സാലറി വരാൻ തുടങ്ങും, ശമ്പളം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയും. അതാണ് ഈ ലോകത്ത് നമുക്ക് അറിവ് കൊണ്ട് നേടാൻ കഴിയുന്നത്, ഭൗതികമായ അറിവ് കൊണ്ട് നേടാൻ കഴിയുന്നത്. അതിന് ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കേണ്ടതുണ്ട്. കണ്ടോ? അതിനെന്ത് ചെയ്യണം? ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കണം. മതപരമായ അറിവ് മാത്രം പഠിച്ചാൽ പോരാ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഏതുകൂടെ പഠിക്കണം? ഭൗതികമായ പഠനം കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനാൽ ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം. ഉപകാരപ്രദമായ ഏതെല്ലാം അറിവുകളുണ്ടോ, വിജ്ഞാനങ്ങളുണ്ടോ, അതൊക്കെ കരസ്ഥമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അതബ് പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. അതബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ത് പഠിക്കേണ്ടത്? അറിവ് പഠിക്കേണ്ടത്. അല്ലാത്ത പക്ഷം പഠിച്ചാൽ ആ അറിവ് എന്ത് ചെയ്യില്ല? നമുക്ക് ഉപകാരപ്പെടില്ല. ആ അറിവ് ചിലപ്പോൾ നമ്മളെ കുരുത്തക്കെടിനായി പോകും. അപ്പോൾ അതബുകൾ എന്ത് ചെയ്യണം? പാലിക്കണം. എന്തൊക്കെയാണ് അതബുകൾ? താഴെ പറയുന്നതാ. വിദ്യാർത്ഥി പാലിക്കേണ്ട അതബുകളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു. എന്താ? ഒന്നാമത്തെ, പഠനം അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടിയായിരിക്കുക. പഠിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണോ? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? അറിവ് പഠിക്കുന്നത്. അല്ല എന്തിനു വേണ്ടിയിട്ടല്ല? ഉസ്താദുമാർക്ക് വേണ്ടിയോ, മാതാപിതാക്കൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ, പൊങ്ങച്ചത്തിന് വേണ്ടി ആളാവാൻ വേണ്ടിയിട്ട് പഠിക്കുക, അതിന് വേണ്ടിയാകരുത്. എന്തിനു വേണ്ടിയായിരിക്കണം? അല്ലാഹു തആലയുടെ പഠിക്കേണ്ടത് അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. രണ്ടാമത്തെ, പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക.
പഠനം തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം, ഹംദ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. അതാണ് നമ്മൾ ഫാത്തിഹ ഓതിയതിന് ശേഷം മദ്രസയിൽ നമ്മൾ ചൊല്ലലുണ്ട്. അല്ലാഹ നഹ്മദുഹു ദൗമൻ വനശ്കുറുഹു അലാ ഹിദായതിഹി ലിദ്ദീനി ഇയ്യാന യാ റബ്ബി സ്വല്ലി അലാ ഖൈരിൽ വറ വ അല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചൊല്ലലുണ്ട്. അതൊക്കെ ഏതാണ്? ഈ ഹംദും സ്വലാത്തൊക്കെയാണ് അതിൽ ആ ബൈത്തിലൂടെ നമ്മൾ പ്രാർത്ഥനയായിട്ട് നമ്മൾ ചൊല്ലുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ മണ്ടമ ചൊറിഞ്ഞിക്കുകയാണ് ഈ കാരം. അങ്ങനെയല്ല വേണ്ടത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഭക്തിയോടുകൂടെ ആയിരിക്കണം അത് ചൊല്ലേണ്ടത്. കാരണം ബിസ്മി, ഹംദും കാര്യങ്ങളൊക്കെയാണ് ആ ബൈത്തിലൂടെ നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുന്നത്. അപ്പോൾ പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ മുസന്നിഫുകൾ തുടങ്ങിയവർക്ക്, മുസന്നിഫ് പറഞ്ഞാൽ നമ്മുടെ കിതാബുകൾ രചിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അതൊക്കെ നമ്മൾ ആ ബൈത്തിലൂടെ ചൊല്ലുന്നുണ്ട്. വഗ്ഫിർ ലനാ വലിമൻ കാനൂ യുഅല്ലിമുന വലിവാലിദീന വലി ശുറകാഇ ഇഖ്വാന. ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു തരണം, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനാൽ ദുആ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യണം? ഭക്തിയോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ നമ്മളെന്ത് ചെയ്യണം? ആ ബൈത്ത് ചൊല്ലണം. അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ചൊല്ലുക. ആ സമയത്ത് കളിച്ചിരിക്കാതെ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ തോണ്ടിയിട്ടും അവരോട് ചിരിച്ചു കാണും നിൽക്കാതെ എന്ത് ചെയ്യുക? നല്ല മട്ടത്തിൽ ആ ബൈത്ത് ചൊല്ലുക. അതാ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് ചോദിച്ച് പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു വിഷയം അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഉസ്താദുമാരോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ചങ്കാളുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സാളുണ്ടാവും, അവരോട് ചോദിക്കേണ്ടി വരും. അതിന് മടി കാണിക്കാൻ പാടില്ല. അറിയില്ലേ എന്നാൽ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അടുത്ത അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും എന്ത് ചെയ്യുക? ആദരിക്കുക. അവർ പറഞ്ഞതനുസരിക്കുക. എന്താണോ പറഞ്ഞത് അത് ചെയ്യുക. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക. അങ്ങനെ അവരെന്ത് ചെയ്യുക? ആദരിക്കുക. അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠനോപകരണങ്ങൾ നമ്മൾ കൊണ്ടെടുക്കുന്ന പുസ്തകം, പേന, മുസ്ഹഫ് ഇതൊക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കൊക്കെ. ചില ടെക്സ്റ്റ് ബുക്കിൽ ഫുള്ള് ചിത്രം വരച്ചിട്ടുണ്ടാവും. കയ്യുമടന്ന മൈലാഞ്ചിൻ്റെ ചിത്രം മുഴുവണ്ടാവും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ. ചിലരെ പണി എന്താ? പാഠത്തിൻ്റെ ഹെഡിങ് ഒരു കോളാണല്ലോ, ആ കോളത്തിൽ കളർ കൊടുക്കലേ കാരണം ചിലരെ പരിപാടി. അപ്പോൾ പുസ്തകം എന്ത് ചെയ്യരുത്? വൃത്തികേടാക്കരുത്. പഠനോപകരണങ്ങൾ, അടുത്തെന്താ? പഠനോപകരണങ്ങൾ നമ്മൾ പേനയാണെങ്കിലും ഏതാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം? അതിനൊക്കെ എന്ത് ചെയ്യണം? പിന്നെ മദ്രസയിലുള്ള ഡെസ്കുകൾ, അതുപോലെ തന്നെ പിന്നെ ബെഞ്ചുകൾ, ബോർഡുകൾ, ചുമരുകൾ, അതൊന്നും നമ്മൾ മലിനപ്പെടുത്താൻ പാടില്ല. അത് പഠനോപകരണങ്ങൾ. ബെഞ്ചുമേ ചിലപ്പോൾ എന്തുണ്ടാവും? അവനവൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും, നല്ല കട്ട മഷിയിൽ എഴുതിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ വല്ലവരുടെ പേര്, അവർക്കാരെ ഇഷ്ടപ്പെടുന്ന ഓലൊക്കെ പേരൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ചെയ്യാൻ പാടില്ല. അടുത്ത പാഠപുസ്തകങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചിത്രങ്ങൾ പാഠപുസ്തകത്തിൽ എന്ത് ചെയ്യരുത്? വരച്ച് വെക്കരുത്. ഹെഡിങ്ങിൻ്റെ കോളൊക്കെ ഉണ്ടാവും, ആ കോളത്തിൽ നമുക്ക് കളർ കൊടുക്കാനുള്ളതല്ല, അത് വൃത്തിയായിട്ട് അവിടെ നിർത്തിയാൽ മതി. ഇനിയെന്താ? പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. വേണ്ടാത്ത രൂപത്തിൽ മദ്രസൻ്റെ ഉള്ളിലൂടെ ഓടിക്കളിക്കുക, അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതൊക്കെ ആ സ്ഥാപനത്തിനുള്ള ആദരവ് കേടാണ്, ബഹുമാനക്കേടാണ്. മദ്രസയിലൊക്കെ എന്ത് ചെയ്യുക? അച്ചടക്കം പാലിക്കുക. ഇനി അടുത്തതോ? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. എന്താണ് നമ്മൾ പഠിച്ചത്? അതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, തെറ്റ് ചെയ്ത് ജീവിക്കുന്ന സ്വഭാവം, കളവ് പറഞ്ഞ് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ് കളിയാക്കി ആ ജാതി പരിപാടികളൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അടുത്തത് ഉത്സാഹിച്ച് പഠിക്കുക. ഉത്സാഹിച്ചിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ആവേശത്തോടു കൂടെ, ഉത്സാഹത്തോടു കൂടെ പഠിക്കണം. ആർക്കോ വേണ്ടി പഠിച്ചല്ല, നമുക്ക് വേണ്ടി നല്ല ഉത്സാഹത്തോടു കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതൊക്കെ എന്തിൻ്റെ അദബുകളാണ്? പഠനത്തിൻ്റെ വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളാണ്. റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഇതാര് ദുആ ചെയ്തതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നതാ. എല്ലാ അറിവുകളും ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തെന്താ? റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം? റബ്ബി സിദ്നി ഇൽമാന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അല്ലാഹു തആല ഇരു ലോകത്തും ഉപകാരപ്രദമായ അറിവ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റഉ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാണ്. നൂറുള്ള പറഞ്ഞാൽ അല്ലാഹു തആലയുടെ പ്രകാശം, ബഹറുൻ കടൽ, മാഉൻ വെള്ളം, അദ്ദുന്യ ഇഹലോകം,
അൽ ഇൽമുൽ അർഷ് എന്നാൽ അർഷിയായ അറിവ്, അൽ ഇൽമുൽ മാദിയ ഭൗതിക അറിവ്, അൽ ഇൽമു ശരഇയ്യ അൽ ഇൽമു ശരഇയ്യ ശരഇയായ അറിവ്, അൽ ഇൽമുൽ മാദിയ ഭൗതിക അറിവ്, ദറജത്തുൻ പദവി, സമക്കുൻ മത്സ്യം. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ, ഖളിർ അലൈഹിസ്സലാം ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ. ഇനി രണ്ടാമത്തത് നുക്കിമിലു പൂർത്തിയാക്കാനുള്ളതാണ്. ഫതഅല്ലുമുൽ ലിൽ ബാബി, നമ്മുടെ പാഠത്തിൽ പറഞ്ഞൊരു ബൈത്തുണ്ട്, ഫതഅല്ലുമുൽ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫദ്ലുൻ അലാ മിഅത്തി റുകൈഅത്തി നാഫില. അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ മൻ സലക ത്വരീഖൻ ഡാഷ് യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അടുത്ത മൂന്നാമത്തെ ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ ജാരിയത്തിൻ ഇല്ലാ മിൻ സലാസ. ഒന്ന് സ്വദഖത്തിൻ ജാരിയ ഔ അമലി യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഇനി നക്തുബ് വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടത് അവിടേക്ക് നോക്കി എഴുതിയാൽ മതി. പഠനം അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഹംദ് സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നോക്കി എഴുതിയാൽ മതി. നാലാമത്തെ നംല ഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്ന്, ഇൽമ് പഠിക്കുന്നവർക്ക് ഡാഷ് ചിറക് വിരിച്ചു കൊടുക്കും. ആര്? മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. രണ്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുള്ള ഡാഷ് പൊറുക്കലിനെ തേടും. ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും. മൂന്നാമത്തത്, ഒരാൾ മരിച്ചാൽ അവൻ്റെ ഡാഷ് കർമ്മങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. 3 കർമ്മങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. നാലാമത്തത്, ഭൂമിയിൽ മനുഷ്യജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും പഠിക്കൽ ഡാഷ് ആണ്. എല്ലാ അറിവുകളും പഠിക്കൽ ജായിസാണ്. അഞ്ചാമത്തത്, പഠിച്ചതനുസരിച്ച് ഡാഷ് വിദ്യാർത്ഥിയുടെ അദബാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കൽ വിദ്യാർത്ഥിയുടെ അദബാണ്. 6, ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഉന്നതനാക്കിയത് ഡാഷ് നൽകിയാണ്. എന്ത് നൽകിയ? അറിവ് നൽകിയാണ് ഉന്നതനാക്കിയത്. ഇനി അഞ്ചാമത്തെ, നുഇദ് 5 അസ്ഇലത്തിൻ മഅ അജൂബത്തിഹ. പാഠത്തിൽ നിന്ന് 5 ചോദ്യവും അതിൻ്റെ ആൻസർ ഉണ്ടാക്കണം. ഒന്ന്, മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? ആൻസർ ഇൽമ്, അറിവ്. 2, അറിവിൻ്റെ കലവറയാണ് ഏത്? പരിശുദ്ധ ഖുർആൻ. 3, ഹലാലും ഹറാമും തിരിച്ചറിയാൻ എന്ത് വേണം? ആൻസർ അറിവ് വേണം. 4, അറിവ് പഠിക്കുന്നവർക്ക് ആരെല്ലാം പൊറുക്കലിനെ തേടും? ആൻസർ ആകാശഭൂമിയിലെ സകല ജീവികളും. 5, അറിവ് ഉപകാരപ്രദമാകാൻ എന്ത് പാലിക്കണം? ആൻസർ അദബുകൾ പാലിക്കണം. ഇനി 6ാമത്തേത് നക്തശിഫ്, ആദരിക്കേണ്ടത് എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ഒന്നാമത്തെ, ഉസ്താദുമാരെ എങ്ങനെ ആദരിക്കണം? അവർ പറയുന്നത് കേൾക്കുക, കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി ആദരിക്കേണ്ടത് 2, കിതാബുകളെ എങ്ങനെ ആദരിക്കണം എന്നുള്ളതാണ്. കിതാബുകൾ ഉയർന്ന സ്ഥലത്ത് വെക്കുക. കിതാബുകൾ മറിക്കുമ്പോൾ കീറാത്ത രൂപത്തിൽ വളരെ പതുക്കെ മറിക്കുക. കേടുവരാതെ സൂക്ഷിക്കുക. 3, പഠനോപകരണങ്ങൾ. കിതാബുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു വസ്തുക്കൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. കിതാബുകൾ കൊണ്ടുപോകുന്ന ബാഗ് ആദരവോടെ സൂക്ഷിക്കുക. ക്ലാസ് റൂമിലെ ബെഞ്ച്, ഡെസ്ക് കേടുവരുത്താതെ സൂക്ഷിക്കുക. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.